ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഈ രണ്ടുപേരും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാൽ എന്തായാലും ദില്ലിയിലാണ് ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്നു. അപ്പോൾ പ്രധാനമായും രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഈ രണ്ടുപേരാണ് 2026 UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു സാധ്യത മാത്രമാണ്. അപ്പോൾ എത്തുകയാണെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഇപ്പോഴേ മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ രണ്ടുപേരിൽ മെച്ചമാരാണ് എന്ന ഒരു ചോയ്സ് എടുക്കുമല്ലോ. അത് സമുദായ അംഗങ്ങളായാലും കോൺഗ്രസിന്റെ അനുഭാവികളും അണികളായാലും ഒക്കെ. അതിലാർക്കാണ് സാധ്യത? അതെ, അല്ല, എന്തുകൊണ്ടും ഒരു നിഷ്പക്ഷമതികളായ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞാൽ എന്തുകൊണ്ടും പക്വതയും ഇരുത്തവും രാഷ്ട്രീയപരമായ ഉള്ള ഒരു ഇരുത്തം വന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ. അദ്ദേഹത്തിന് പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അഖിലേന്ത്യാ ലെവലിൽ തൊട്ട് പ്രവർത്തിച്ചുള്ള പാരമുണ്ട്. വളരെ ചെറുപ്പം തൊട്ട് മന്ത്രിയായിട്ടും വളർന്ന് നേതാവായിട്ടുള്ള ആളാണ്. സ്വയം പ്രവർത്തിച്ച് അദ്ദേഹം വളർന്നു വന്നു. അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രിയായി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായി വളർന്നു വന്ന അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഇന്ന് പറയാവുന്ന ഒരു കോൺഗ്രസ്സുകാരിൽ പൊതുജനങ്ങൾ പൊതുവെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ പക്വതയുള്ള മാന്യനായ അനാവശ്യമായ വർത്തമാനം പറയാതെ മാന്യമായി സംസാരിക്കുകയും അതുപോലെ മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന, ആഢ്യമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വിനയമാണ് തൻ്റെ മുഖമുദ്രയെന്ന് കണക്കാക്കി സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തലയെങ്കിൽ, വെറുപ്പ് കൊടുത്ത് വെറുപ്പ് മാത്രം വാങ്ങുന്ന ഒരു നേതാവാണ് സതീശൻ. ഈ രണ്ടും തമ്മിൽ നോക്കിയാൽ കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട് രണ്ടുപേരും. രമേശ് ചെന്നിത്തല നേതാവാണ്, പക്ഷെ ആ നേതൃഗുണങ്ങൾ ഒന്നും തന്നെ സതീശനിൽ കാണുന്നില്ല. സതീശൻ സ്വയം നേതാവാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ അദ്ദേഹം അടുത്ത പലതും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രിയാകാം. അതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഏതിനും ആര് പറയുന്നതിനും എതിരായി പറഞ്ഞുകൊണ്ട് ആ മുഖവും ഭാവവും ദാർഢ്യവും നമ്മൾ ദീവി കാണുന്നില്ല. ഇത്തരവും മുഖവും ഭാവവും ദാർഢ്യവുമായി പെരുമാറുന്ന ഒരു കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് എൻ്റെ 88ാമത്തെ വയസ്സാണ്. ഞാൻ ഒരുപാട് നേതാക്കന്മാരുമായിട്ട്, കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, അടുപ്പമുണ്ടായിരുന്നു. ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ദാർഢ്യവും അഹങ്കാരവും പിന്നെ ആൾരൂപമാറിയ സതീശനെ കൂട്ടുള്ള കോൺഗ്രസ് നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം തിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ NSSന്റെ കാര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ NSSന്റെ കാര്യത്തിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അന്ന് 2022 വി ഡി സതീശൻ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞത് തന്നെ വന്ന് കണ്ട് പിന്തുണ തേടിയതിന്റെ 24 മണിക്കൂർ ഇപ്പുറമാണെന്ന് പറവൂരിൽ പോയി പറയുകയാണ് G സുകുമാരൻ നായർ ചെയ്തത്. പക്ഷേ ഇന്നലെ രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി സമ്മേളനത്തിൽ പ്രഭാഷകനായി ക്ഷണിക്കുമ്പോൾ അതിനുശേഷം വരുന്ന വി ഡി സതീശന്റെ പ്രതികരണം NSSന്റെ നിലപാട് സംഘപരിവാറിന് വിരുദ്ധമായ നിലപാട് എക്കാലവും എടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് NSSനെ മയപ്പെടുത്താൻ, അല്ലെങ്കിൽ താൻ നടത്തിയ പ്രസ്താവനകളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നുള്ള ഒരു സൂചന നൽകാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ വി ഡി സതീശന് പൊള്ളുമെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അതെ, വൈകുന്ന വിവേകത്തിന് നമുക്ക് സ്തുതിക്കാം. കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും വിവേകം ഉണ്ടായല്ലോ അദ്ദേഹത്തിന്. സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ സ്വയം പ്രാണിയായി മാറുന്നു എന്നുള്ള ആ ബോധം വൈകിയെങ്കിലും ഉണ്ടായല്ലോ. ചങ്ങനാശ്ശേരിയല്ല, ആരെയാണ് സ്വന്തം തന്തയെ വരെ തള്ളിപ്പറയാൻ മടിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനൊക്കെ ആരെയാണ് തള്ളാറുള്ളത്? കേരളത്തിലുള്ള സമുദായ നേതാക്കന്മാരെ എല്ലാവരും തള്ളിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം തള്ളി താര ഒറ്റയ്ക്കായി എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇപ്പൊ തിരുത്താനും മയപ്പെടുത്താനും ശ്രമിക്കുന്നുവെങ്കിൽ നല്ലത് തന്നെ. നയം മാറ്റുന്നു എങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം പറയാനില്ല. കാരണം ഒരുപാട് തെറ്റുകളും ശരികളും എല്ലാം ചെയ്യുന്ന ആളാണ് സമൂഹം. തെറ്റ് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താനുള്ള വിവേചന ബുദ്ധി സതീശനുണ്ടായാൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നല്ലതാണ്. അതല്ല അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ട് മുമ്പോട്ട് പോകുമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം സർവനാശത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളമാണിത്, പ്രബുദ്ധമാണ്, വിദ്യാഭ്യാസപരമായി പ്രബുദ്ധരായ ജനങ്ങളുള്ള ഈ കേരളത്തിൽ ദാർഢ്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്വരത്തിൽ സംസാരിച്ചാൽ അതൊന്നും ഉൾക്കൊള്ളുന്ന സമൂഹമല്ല.
ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, യഥാർത്ഥത്തിൽ ഒരു ടേം കഴിയുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടായി അടുത്ത മുന്നണി അധികാരത്തിൽ വരുന്നതാണ് നമ്മൾ കേരളത്തിൽ ഈ സമീപകാലത്തെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു മാറ്റം വന്നത് രണ്ടാം പിണറായി സർക്കാർ വരുന്നു, ഒരു തുടർ ഭരണം ലഭിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത തവണ അധികാരത്തിലെത്തണമെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായി ഉപയോഗിക്കാൻ UDF-ന് കഴിയണം. നിലവിലത്തെ സാഹചര്യത്തിൽ താങ്കൾ അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ 2026-ൽ UDF അധികാരത്തിൽ വരാൻ? ഒരു കാരണവശാലും കാണുന്നില്ല. LDF-ന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇന്ന് സത്യം പറഞ്ഞാൽ UDF-ന്റെ ബലഹീനതയാണ്. കാരണം ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഇന്നത്തെ ഭരണത്തിൽ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മെച്ചമായൊരു ഭരണം രണ്ടാം പിണറായി സർക്കാരിനെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം പകലുപോലെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനിയും ഈ ഭരണം തുടരുമെന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായി സതീശൻ നിന്നുകൊണ്ട് ഈ കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന് എവിടെ ഭൂരിപക്ഷം കിട്ടും? കോൺഗ്രസ് അല്ല ഇനി കിട്ടാനുള്ള സാധ്യത എവിടെ നിന്നാണ്? ഇവിടെ BJP സീറ്റ് കിട്ടും. ലീഗിന് അവരുടെ സീറ്റുകളൊക്കെ കുറപ്പിക്കാൻ സാധിച്ചേക്കും. അവരുടെ ആ കെട്ടുറപ്പും സംവിധാനം അതാണ്. പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെ കെട്ടുറപ്പില്ല. ഇവിടെ ഒരു നേതാവില്ല. ഞാൻ പറഞ്ഞില്ലേ, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിനകത്തുള്ള എല്ലാവരും നേതാക്കന്മാരാണ്, അനുയായികളില്ല. ഈ നേതാക്കന്മാരായി നിന്നുകൊണ്ട് ഇങ്ങനെ കൂട്ടക്കലഹങ്ങളും തമ്മിലടിയും നടക്കുമ്പോൾ അതിലൂടെ സ്വയം നശിക്കുന്നത് കോൺഗ്രസും. അതിന്റെ ഗുണം LDF-ന് അടുത്ത ഭരണത്തിൽ കിട്ടും. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇവിടെ ഇപ്പോൾ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഇവിടെ ഇപ്പോൾ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അതായത് BJP ഘട്ടം ഘട്ടമായി അവരുടെ വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടുവരുന്നു. തൃശൂർ ലോക്സഭാ സീറ്റ് ജയിക്കുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭയിലെ കണക്കനുസരിച്ച് അവരിപ്പോൾ ഒന്നാമത് നിൽക്കുകയാണ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഒരു വളർച്ച അത് കോൺഗ്രസിന് ഒരു ക്ഷീണം വരുത്തിക്കൊണ്ടാകില്ലേ? തീർച്ചയായും. കാരണം ഞാനതാണല്ലോ പറയുന്നത്, LDF-ന്റെ ഐശ്വര്യം എന്നതാണ് NDA ആണ്. കാരണം NDA ഇവിടെ വളർന്നു, അതായത് BJP-യുടെ നേതൃത്വത്തിലുള്ളത്. ആ വളർന്നപ്പോൾ അതിന്റെ വോട്ട് വിഹിതം നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസിൽ നിന്നാണ് BJP-യിലേക്ക് മഹാഭൂരിപക്ഷ വോട്ട് പോയിരിക്കുന്നത്. LDF-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചെറിയ തോതിൽ പോയി കാണും. എന്നാൽ വലിയൊരു ചോർച്ച കോൺഗ്രസിൽ നിന്നാണ് BJP-യിലേക്ക് വരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, 2-3 സീറ്റ് തന്നെ ജയിക്കുന്നത് എന്താണ്? NDA നിന്ന് മത്സരിച്ചതുകൊണ്ടല്ലേ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ഇവിടെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ത്രികോണ മത്സരത്തിൽ ഇവിടെ ജയിച്ചത് ആരാണ്? പണ്ട് ഉണ്ണിയാടൻ ജയിച്ചിട്ടിരുന്നതല്ലേ. അതുപോലെ തന്നെ വർക്കല കഹാറ് എങ്ങനെ തോറ്റുപോയി? അതോടൊപ്പം തന്നെ ചെങ്ങന്നൂര് ത്രികോണ മത്സരം എന്നുകൊണ്ടല്ലേ സജിച്ചെറിയാൻ ജയിക്കുന്നത്. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഈ ത്രികോണ മത്സരത്തിൽ BJP കൂടുതൽ വോട്ട് പിടിക്കുന്നതോടുകൂടി തന്നെ ഇടതുപക്ഷത്തിന്റെ സീറ്റ് വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നു. കോൺഗ്രസ് ബലഹീനമാകുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും LDF തന്നെ തുടർന്നും ഭരിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്.